ഹരി ഓം. ദശകം 16, ശ്ലോകം 4. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. അന്വാചരൻ ഉപദിശൻ അപി മോക്ഷധർമ്മം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമം അധ്യവാത്സീഃ. ബദരികാശ്രമം അധ്യവാത്സീഃ. അപ്പം ഇതിനകത്ത് ചേർത്ത് വായിക്കുമ്പം ബദരികാശ്രമം അധ്യവാത്സീഹി എന്ന് കേൾക്കുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ബദരികാശ്രമം അധ്യ, അപ്പോൾ ആശ്രമത്തിൻ്റെ മായും വരുന്നുണ്ട്, കഴിഞ്ഞിട്ടുള്ള അമ്മും മായും കൂടെ ചേർന്നിട്ടുള്ള ഒരു മായും വരുന്നുണ്ട്. അപ്പോൾ ബദരികാശ്രമ മധ്യവാസി അങ്ങ് എടുത്ത് ബദരികാശ്രമ മധ്യവാസി എന്ന് പറയാതിരുന്നാൽ മതി. ഒരുമിച്ച് ചേർത്തങ്ങ് വായിച്ചോട്ട് പോവുക. ബദരികാശ്രമ മധ്യവാസീഃ. ശക്രോധ ശക്രഃ അധ. ശക്രോധ തേ ശമ തപോബല നിസ്സഹാത്മാ. ശക്രോധ തേ ശമ തപോബല നിസ്സഹാത്മാ ദിവ്യ അംഗനാ പരിവൃതം പ്രജിഘായ മാരം. ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ മാരം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീഃ ശക്രോധത്തെ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ മാരം. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. അഥ ത്വം ഭ്രാതൃമാൻ. അഥ ത്വം ഭ്രാതൃമാൻ സഹസ്രകവച നിഗ്രഹാനന്തരം. അപ്പോൾ സഹസ്രകവചനെ നിഗ്രഹിച്ച ശേഷം നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി, അതാണ് അഥത്വം ഭ്രാതൃമാൻ. ഭ്രാതൃമാൻ എന്ന് പറഞ്ഞാൽ സഹോദരനോടുകൂടി. എപ്പോഴ്? അതിനു ശേഷം. ഏതിനു ശേഷം? ആ സഹസ്രകവചനെ നിഗ്രഹിച്ച ശേഷം നാരായണനായ ആ ഭഗവാൻ അവിടുന്ന് സഹോദരനായ നരനോട് കൂടിയിട്ട് മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി. മോക്ഷധർമ്മം, ആ നിവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദിശൻ അപി, ഉപദേശിക്കുന്നവനുമായിട്ട് ബദരികാശ്രമം അധ്യവാത്സീഹി, ബദരികാശ്രമത്തിൽ വസിച്ചു. അധ്യവാത്സീഹി വസിച്ചു. അപ്പം ആ സഹസ്ര കവചനെ നിഗ്രഹിച്ചതിന് ശേഷം നാരായണനായ ഭഗവാൻ ആ സഹോദരനായ നരനോട് കൂടിയിട്ട് നിർവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനും ആയിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചു. അപ്പം നിർവൃത്തി കർമ്മത്തെ സ്വയം ആചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? ചുമ്മാ ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, സ്വയമേ തന്നെ അങ്ങനെ ആയതിന് ശേഷമാണ് ഉപദേശിക്കാൻ തുടങ്ങിയത്. നമുക്ക് സാധാരണ മനുഷ്യരെങ്ങനെയാണ്? ഉപദേശം നടത്തും, പക്ഷെ നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഭഗവാൻ അങ്ങനെയല്ല ചെയ്തത്. ആ മോക്ഷധർമ്മം അന്വാചരൻ ഉപദേശമേ ആദ്യം തന്നെ സ്വയമായിട്ട് ആചരിക്കുന്നവനായി, അത് കഴിഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നവനായിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചത്. അതിന് ഒരു കഥ പറയും ആചാര്യന്മാരൊക്കെ. രാമകൃഷ്ണദേവൻ്റെ ഒരു കഥയാണത്. ഈ ഒരുപാട് ഭക്തജനങ്ങൾ അദ്ദേഹത്തെ കാണാനും ഒക്കെ വരും, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു ദിവസം ഇതുപോലെ ഒരു സ്ത്രീ മകനെയും കൂട്ടി അവിടെ വന്നു. അപ്പോൾ ഈ തിരക്കെല്ലാം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ആ അമ്മ അവിടെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ രാമകൃഷ്ണദേവൻ്റെ അടുക്ക കാര്യം പറയുകയാണ്.
എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകന് ഭയങ്കര ശർക്കര തീറ്റിയാണ്. അപ്പം അതിനകത്ത് തന്നെ അവൻ്റെ തലയിൽ എന്തോ ഒരു കുരു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങൊന്ന് പറഞ്ഞ് ഉപദേശിക്കണം, ഇങ്ങനെ ശർക്കര തിന്നരുത് എന്ന്. ഞാനൊന്നും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങ് പറയുകയാണെങ്കിൽ അവൻ കേൾക്കും, അതുകൊണ്ട് ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറേ സമയം രാമകൃഷ്ണ ദേവൻ കുറേ സമയം കണ്ണടച്ചിരുന്നിട്ട് കുറേ സമയം കണ്ണടച്ചിരുന്നതിന് ശേഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അടുത്ത ആഴ്ച ഒന്ന് വരൂ, അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ആഴ്ച ആയപ്പോഴത്തേനും ഈ സ്ത്രീ വീണ്ടും ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. വന്നപ്പോഴും ഇദ്ദേഹം ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ചിരുന്നേച്ച് പറഞ്ഞു, അടുത്ത ആഴ്ച വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചു എന്തേലും കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഉപദേശമോ ഒക്കെ കാണുമായിരിക്കും, വീണ്ടും അടുത്ത ആഴ്ച വരാൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ആഴ്ച അവർ വന്നപ്പോഴത്തേനുമാണ് ഇദ്ദേഹം ആ മോനെ അടുത്തോട്ട് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഉണ്ണി, നീ ഇനി മേലാൽ ശർക്കര തിന്നരുത്, അത് ചൂടാണ്, കുരുവരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇത്രയും പറയാനാണോ ഈ 2 ആഴ്ച സമയം എടുത്തത്? അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു, പിന്നെ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും സമയം എടുത്തത് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ ചോദിച്ചു, സ്വാമിക്ക് ഇതൊന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാനും ശർക്കര തിന്നുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ശർക്കര തിന്നുന്നത് നിർത്തിയാലല്ലേ എനിക്ക് ആ കുഞ്ഞിനോട് ശർക്കര തിന്നരുത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ നോക്കി, വീണ്ടും ഞാൻ ശർക്കര തിന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആ കുട്ടിയോട് പറയാൻ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ട് പിന്നെയും ഞാനത് ശ്രമിച്ച് ശർക്കര തിന്നുന്നത് നിർത്തിക്കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ ഭഗവാൻ ഇവിടെ ചെയ്തതും അത് തന്നെയാണ്. ഭഗവാന് ആ സ്വയമേവ തന്നെ ആ നിർവൃത്തി ധർമ്മത്തെ ആചരിക്കുന്നവനും അത് കഴിഞ്ഞിട്ട് ഉപദേശിക്കുന്നവനുമായിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചു എന്ന് പറയുക. അധ ശക്രഃ തേ ശമതപോബല നിസ്സഹാത്മാ. അപ്പം അധ എന്ന് വെച്ചാൽ അനന്തരം, ശക്രഃ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തേ ശമതപോബല നിസ്സഹാത്മാ. ഇന്ദ്രൻ അവിടുത്തെ ഈ ശമം തപോബലം ഇവയിൽ ഈർഷ്യമുള്ളവനായിട്ട്. അപ്പം ഈ ഇന്ദ്രനും ഒക്കെ കുശുമ്പുണ്ട് എന്ന് വെച്ചാൽ ആ ഭഗവാൻ ഇത്രത്തോളം ആ തപോബലമൊക്കെ ആർജിച്ചെടുക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രന് കുശുമ്പുണ്ടായി, ഈർഷ്യയുണ്ടായി. എന്നിട്ട് മാരം ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായ. മാരം എന്ന് പറഞ്ഞാൽ കാമദേവനെ ആ സ്വർഗസുന്ദരിമാരോടുകൂടി പറഞ്ഞയച്ചു. അതാണ് മാരം എന്ന് പറഞ്ഞാൽ കാമദേവൻ. ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായ. ദിവ്യാംഗനാ പരിവൃതം എന്ന് വെച്ചാൽ സ്വർഗസുന്ദരിമാരോടുകൂടി കാമദേവനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങ് ആ സഹോദരനോടുകൂടി ആ ബദരികാശ്രമത്തിൽ പോയിട്ട് ആ സർവസംഗ പരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ജനങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ടതിലൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സ്വയം അനുഷ്ഠിച്ചും ഉപദേശിച്ചും അങ്ങനെ തപസ് ചെയ്തും വസിച്ചു വന്നു. അപ്പം അതിനുശേഷം ഇവർ ഈ തപസ് ചെയ്യുന്നത് കൊണ്ട് അത് കണ്ട് സ്വർഗത്തെപ്പോലും അപഹരിക്കുമോ എന്ന് സംശയിച്ച ഇന്ദ്രന് അങ്ങയുടെ ആ ഇന്ദ്രിയ ആ നിഗ്രഹ ശക്തിയിലും ആ തപോബലത്തിലുമൊക്കെ ഭയങ്കര അസൂയ വന്നു. അങ്ങനെ അസൂയാലുവായിട്ട് ഈ തപസ്സിനെ വിഘ്നം വരുത്താൻ വേണ്ടിയിട്ട് അപ്സരസുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ ആ കാമദേവനെ നിയോഗിക്കുകയാണ് ചെയ്തത്. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാസീഃ ചക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായമാരം.